കാഴ്ച പരിമിതർക്കായി സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ കോട്ടയത്ത് പ്രവർത്തനം തുടങ്ങി. വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച സ്റ്റുഡിയോ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭിന്നശേഷി സൗഹൃദമാകുന്നതിന്റെ ചവിട്ടുപടികളാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റ് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ. കെ-ഡിസ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോയാണ് കാഞ്ഞിരപ്പള്ളി വാളക്കയത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠന സഹായ ഉപകരണങ്ങൾ എത്തിക്കുന്നതിലൂടെ ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള കഴിവ് അവരിൽ വളർത്തിയെടുക്കാനാകും. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളാണ് 3D പ്രിന്റിംഗ് ടെക്നോളജിയും AI ഉപയോഗിച്ചുള്ള ഡിസൈനുകൾ. അമൽ ജ്യോതി അതുപോലെ സെൻറ്റി ഫ്രെയിംസ് കമ്മ്യൂണിറ്റി ഇവരുമായിട്ടൊക്കെ ചേർന്നാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ നടത്തുന്നത്. പിന്നെ കെ-ഡിസ്ക് ആണ് ഇത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. കുടുംബശ്രീ ആയിട്ട് ചേർന്നും സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് ചേർന്നും LSGD ആയിട്ട് ചേർന്നാണ് ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിലൂടെ ആ സ്ഥലത്തിലെ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുള്ളത്, അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്ക്, അംഗവൈകല്യം ഉള്ളവർക്കെല്ലാം വേണ്ട ഡിവൈസുകളുടെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സിസ്റ്റം അത് ക്രിയേറ്റ് ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റുഡിയോയിൽ തന്നെ നിർമ്മിച്ച ബ്രെയിൽ പഠനോപകരണങ്ങൾ കാളകെട്ടി അസീസി സ്കൂൾ ഓഫ് ദി ബ്ലൈൻഡിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇത്തരം ഉപകരണ നിർമ്മാണത്തിൽ പരിശീലനം നൽകിയതിനു ശേഷം അവരുടെ ഉപജീവന മാർഗമാക്കി മാറ്റും. ഇതൊരു തൊഴിൽ സാധ്യതയാണ്. കാരണം ഇങ്ങനെ വരുന്ന മേക്കർ സ്റ്റുഡിയോകളുടെ ഭാഗമായിട്ട് ന്യൂറോ ഡൈവർജൻറ്റ് IDD 18 കഴിഞ്ഞ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് അവരെ ആയിരിക്കും നിയമിക്കുക. അവരായിരിക്കും ഇതിൻ്റെ ഭാഗമായി മാറ്റുക. അപ്പം ബഡ്സ് സ്കൂളുകളിൽ, നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ് സ്കൂളിലേക്കെല്ലാം ഇപ്പം മാനുഫാക്ചറിങ് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സംസ്ഥാനത്തെ 1000-ലധികം വായനശാലകളിലൂടെ സ്ട്രൈഡ് മേക്കർ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.